നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൻ്റെ പവർ സ്റ്റിയറിംഗ് എപ്പോഴും വർക്ക് ചെയ്യുന്നില്ല. അതായത് വാഹനം സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞ് മാത്രം വർക്ക് ചെയ്യുന്നുള്ളൂ. ഇങ്ങനൊരു കംപ്ലയിൻറ്റ് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു സബ്സ്ക്രൈബർ ഇതുപോലൊരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരത് SL ആണ് ചോദിച്ചിരിക്കുന്നത്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് 10 തൊട്ട് 15 മിനിറ്റ് കഴിയുമ്പോൾ മാത്രമേ പവർ സ്റ്റിയറിംഗ് വർക്ക് ചെയ്യുന്നുള്ളൂ. എന്താണ് കാരണം? മൊഡ്യൂളാണോ? ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യനാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പവർ സ്റ്റിയറിങ്ങിൻ്റെ മൊഡ്യൂളിൻ്റെ പ്രശ്നം കൊണ്ട് സാധാരണ ഈ പറഞ്ഞൊരു പ്രോബ്ലം കാണിക്കാറുണ്ട്. ഇതൊക്കെ ചാൻസസ് ആണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ മെയിനായിട്ട് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററിയുടെ കണ്ടീഷൻ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്റ്റാർട്ടിങ് ടൈമിൽ ഒരു ഏകദേശം 10 വോൾട്ടിന് താഴോട്ട് പോകുന്നുണ്ടോ, പോട്ടെ ഒരു 9 വോൾട്ടിന് താഴോട്ട് പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ വാഹനത്തിൻ്റെ ബാറ്ററിക്ക് കംപ്ലയിൻറ്റ് കാണും. അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ ബാറ്ററി ഒന്ന് റീപ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക. ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ വാഹനത്തിൻ്റെ പവർ സ്റ്റിയറിങ്ങിൻ്റെ മൊഡ്യൂളിലോട്ടൊക്കെ വരുന്ന ലൈൻ, അതിപ്പോൾ പവർ സ്റ്റിയറിങ്ങിൻ്റെ മൊഡ്യൂളിലോട്ടോ അല്ലെങ്കിൽ പവർ സ്റ്റിയറിങ്ങിൻ്റെ മോട്ടറിൻ്റെ ലൈൻസ്, ഇതിൻ്റെ എല്ലാ ലൈൻസ് വരുന്ന കപ്ലേഴ്സിൽ ഏതെങ്കിലും രീതിക്ക് ക്ലാവ് പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. അതായത് ക്ലാവോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിക്ക് അതിൻ്റെ കോൺടാക്റ്റ് ബ്രേക്ക് ആയിട്ടുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അതായത് ബ്രേക്ക് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ബ്രേക്കായി കാണത്തില്ലായിരിക്കും. ചിലപ്പോൾ ചില സമയത്ത് ഒരു ഷെയ്ക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ കോൺടാക്റ്റ് വരുന്നതെങ്കിൽ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ 10 തൊട്ട് 15 മിനിറ്റ് അല്ലെങ്കിൽ 5 തൊട്ട് 10 മിനിറ്റ് വരെയൊക്കെ എടുക്കുന്നതിൻ്റെ കാര്യം. ഒരു ഷെയ്ക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ കുലുക്കമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതിൻ്റെ ഒരു കോൺടാക്റ്റ് കിട്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നതിൻ്റെ കാര്യം. അതും ആകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അതല്ല, നമ്മുടെ മോട്ടറിൻ്റെ ഇഷ്യൂ കൊണ്ട് ഈ സെയിം ഇഷ്യൂ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് മോട്ടറിന് എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മോട്ടറിനകത്ത് കൃത്യമായിട്ട് ഈ ഒരു രീതിക്ക്, അതായത് അതിൻ്റെ ബ്രഷിൻ്റോ അല്ലെങ്കിൽ ഇതിനകത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പവർ സ്റ്റിയറിങ്ങിൻ്റെ മോട്ടറിന് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞൊരു പ്രോബ്ലം കാണിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ആദ്യത്തെ 2 കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കുക. അതായത് ബാറ്ററിയുടെ ഇഷ്യൂ. രണ്ടാമത്തെ കാര്യം, വയറിങ് കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് നോക്കണം. ഏതെങ്കിലും കപ്ലേഴ്സിൽ ക്ലാവോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പറഞ്ഞ ഇഷ്യൂ കാണിക്കാം. അതിനുശേഷം മാത്രം പിന്നെ മോട്ടറോ അല്ലെങ്കിൽ മൊഡ്യൂളോ, ഈ രണ്ടിൽ ഏതെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് മാറി വെച്ച് കൺഫേം ചെയ്ത് നോക്കുക. ഈ 2 കാര്യങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്താണ് കംപ്ലയിൻ്റ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും.